ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് എങ്ങനെ ഇതേപോലത്തെ ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ നോക്കിയാലോ. ടിഷ്യൂ പേപ്പറിന് വൈറ്റ് കളർ ആയതുകൊണ്ട് അതിന് ഡൈ അടിക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു റോസ് കളർ എടുക്കണം. കളർ കാണിക്കാൻ വേണ്ടിയിട്ടോ ഞാൻ ഈ കുപ്പി ഗ്ലാസ്സിലൊക്കെ ഇട്ടിട്ട് ഇളക്കണം. നമുക്ക് ഇതേപോലത്തെ ഒരു പാത്രത്തിൽ ഈ കളറാക്കിയിട്ട് ഈ ടിഷ്യൂ പേപ്പർ മൊത്തം അതിൽ മുക്കാം. അങ്ങനെ ഡൈ ചെയ്യാൻ ഇങ്ങനെ ശരിയാവുമെന്ന് അറിയില്ല, ഫസ്റ്റ് ടൈമാണ് ചെയ്ത് നോക്കണം. ഇതിന് നമ്മൾ ഈ ടിഷ്യൂ പേപ്പറൊക്കെ എടുത്തിട്ട് ഈ കളർ വെള്ളത്തിൽ മുക്കിയെടുക്കുക. മൊത്തത്തിൽ ഈ കളറ് പിടിക്കണ വരെ കുറച്ച് നേരം മുക്കി പിടിച്ച് കഴിഞ്ഞാൽ കളറൊക്കെ പിടിക്കും. കുറച്ചും കൂടിയും കളർ ആഡ് ചെയ്യാൻ നല്ലതെന്ന് ഇത് മുക്കി കഴിഞ്ഞപ്പോഴേക്ക് തോന്നി. കാരണം ഞാൻ പ്രതീക്ഷിച്ച കളറ് ടിഷ്യൂ പേപ്പറിന് വന്നിട്ടില്ല. നമുക്ക് വേറെ കളറൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ശരിക്കും റെഡ് കളറാക്കണം എന്ന് വിചാരിച്ചു, പക്ഷെ റെഡ് ഇല്ലാത്തതുകൊണ്ട് റോസാക്കി. പക്ഷെ റോസ് പോയിട്ട് ഇതൊരു പിങ്ക് കളറാണ് കിട്ടിക്കണം. അപ്പോൾ ഉണക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ടിഷ്യൂ പേപ്പർ ഫ്ലവർ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് നമ്മൾ ഈർക്കലി എടുക്കണം. ഈർക്കലിയാണ് ബെസ്റ്റ്. അപ്പോൾ ഈർക്കലിയുടെ അറ്റത്തൊരു ഇതേപോലെ ഇങ്ങനെ ഒരു കട്ട് ചെയ്യുക. അപ്പോൾ അവിടുത്തെ ഗ്യാപ്പിലേക്ക് നമ്മൾ ഈ ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇങ്ങനെ തിരിച്ചെടുത്താൽ മതി, കാണുന്ന പോലെ. തിരിച്ചെടുത്ത് നോക്കുമ്പോൾ നമുക്ക് ശരിക്കൊരു റോസിൻ്റെ പോലെ കിട്ടും. ഫസ്റ്റ് ഉണ്ടാക്കിയാൽ ചിലപ്പോൾ ശരിയാവില്ല, ചിലപ്പോൾ 1-2 വട്ടം ഉണ്ടാക്കിയാൽ അങ്ങനെ കിട്ടും. ഇത് എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റണം. പെട്ടെന്ന് നമുക്ക് റോസ് ഉണ്ടാക്കാം. എന്നിട്ട് നമ്മൾ അവസാനം ഈ കൂട്ടി പിടിക്കുക. എന്നിട്ട് ഇതേപോലത്തെ ഈ ടാപ്പ് എടുത്തിട്ട് ഈ ടാപ്പ് ഈ ഫ്ലവറൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യണതാണ്. അപ്പോൾ നമ്മുടെ എല്ലാ ഫ്ലവർ ഉണ്ടാക്കൽ കഴിഞ്ഞ്. ഇത് സാറ്റൻ റിബൺ വെച്ച് ഉണ്ടാക്കിയ ഫ്ലവറാണ്. അപ്പോൾ ഞാൻ ഈ ഫ്ലവറൊക്കെ വെച്ചിട്ടൊരു ബൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കൊക്കെ ചെയ്യാം. അപ്പോൾ